എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുണ്ട്. അപ്പോൾ എല്ലാവരെയും ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോയിൽ ഈ കാഴ്ചകളും ഇതൊക്കെ ആയിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ തേക്കിൻകാട് മൈതാനം റൗണ്ടാണ് കാണുന്നത്. ഇത് തെക്കേ നടയാണ്. അപ്പോൾ ശക്തൻ സ്റ്റാൻഡിലേക്ക് വഴിയാണ് ഇതാ കാണുന്നത്, അതായത് എമ്മോ റോഡ്. നമുക്കെന്തായാലും ഒന്ന് നടക്കാം ഇതിലൂടെ. നമ്മൾ വന്നിരിക്കുന്നത് ഒരു സൺഡേ ആണ്. അപ്പോൾ സൺഡേയുടെ തിരക്ക് കാര്യങ്ങളും എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് വടക്കുംനാഥൻ്റെ പടിഞ്ഞാറ് നടയാണ്. അതായത് പൂരമൊക്കെ ഇവിടെയാണ് അതിൻ്റെ മെയിൻ ഒരു എൻട്രൻസ് വരുന്നത്. തൃശ്ശൂർ പൂരത്തിൻ്റെ ഒക്കെ മെയിൻ എൻട്രൻസ് വരുന്നത് ഇവിടെയാണ്. പിന്നെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് മണികണ്ഠനാലാണ്, കുറുപ്പർ റോഡാണ് ആ കാണുന്നത്. പിന്നെ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താണ്, ഈ കാണുന്നൊരു ഭാഗം ഉണ്ടല്ലോ, അത് പണ്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പോൾ ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്നിട്ട്. അപ്പോൾ അതെൻ്റെ ഒരു കാരണവന്മാർ പറഞ്ഞെന്നുള്ളൊരു അറിവാണ്. അത് എത്രമാത്രം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അറിയുന്നവർ അതിനെപ്പറ്റി ഒന്ന് കമൻ്റ് ഇടണം മറക്കാതെ. ഇവിടെ നിന്നാണ് ഗാന്ധിജി ജനങ്ങളെ അഭിസംബോധന ചെയ്തിട്ടുള്ളത്. അപ്പോൾ അറിയുന്നവരൊന്ന് കമൻ്റ് ഇടണം. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ആ അപ്പുറത്തെ സൈഡിലേക്കൊന്ന് പോയിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പാറമേക്കാവ് അമ്പലത്തിൻ്റെ ഭാഗം വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, പൂരം നടക്കുന്നതിൻ്റെ ഒരു ഭാഗം ഇവിടെയുണ്ട്. നമുക്കൊന്ന് അപ്പുറത്തേക്കൊന്ന് ക്രോസ് ചെയ്ത് കിടക്കാം. കിഴക്കേ ഗോപുരനടയാണ് വടക്കുംനാഥൻ ക്ഷേത്രത്തിൻ്റെ. നമ്മൾ സബ്വേ അതായത് റോഡിൻ്റെ അടിയക്കൂടെയുള്ള സബ്വേ എടുത്തിരിക്കുകയാണ് ഈ പാറമേക്കാവിൻ്റെ അവിടേക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. നമ്മളങ്ങനെ റോഡ് ക്രോസ് ചെയ്യാതെ സബ്വേ വഴി അടിയക്കൂടെ കടന്നിരിക്കുകയാണ്. ഇതാണ് പാറമേക്കാവ് ക്ഷേത്രം, തൃശ്ശൂരിലത്തെ.